ഇന്ന് ഈ ബുക്കാണ് എൻ്റെ വിഷയം. മായി എന്ന് പറഞ്ഞാൽ സൈലന്റ്ലി മദർ. സൈലന്റ്ലി മദർ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇത് ഗീതാഞ്ജലി ശ്രീ എന്ന് പറഞ്ഞ ഒരു ഓഥറിൻ്റെയാണ്. ടൂംബ് ഓഫ് സാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. ദിസ് ഈസ് ആക്ച്വലി എ ട്രാൻസ്ലേഷൻ. ഇവര് എന്താ പറയുക, നീത കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കേട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഐ എം ഓൾസോ അപ്രോച്ചിങ് സം വൺ നൗ. എനിക്ക് കുറച്ച് പേരുള്ള ഏതെങ്കിലും ഒരു ട്രാൻസ്ലേറ്റേഴ്സിന് വേണം എൻ്റെ ബുക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ ബുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. ദിസ് ഇസ് മൈ ബുക്ക്. ആമസോണിൽ കിട്ടും. ഇത് ഹാർഡ് ബൗണ്ട് ആണ്. ഇതിന് കുറച്ച് വില കൂടും ബിക്കോസ് ഇത് 399 ആണ്. ഇതിൽ ചെറുതുണ്ട് വിത്തൗട്ട് ഹാർഡ് ബൗണ്ട് വൺ, അത് തിന്നായിട്ടുള്ളത്. അത് ഒരെണ്ണം എവിടെയോ ഉണ്ടായിരുന്നു. പക്ഷേ ഐ ലവ് ദിസ്. കാരണം എന്താണെന്നറിയോ, കോഫി ടേബിൾ ബുക്കായിട്ട് വെക്കാനും ഇവിടെ ഉണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കുമല്ലോ. ഇതാ ഇങ്ങനെ ഇരിക്കും. വായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ ഇങ്ങനെയുള്ളത് എടുത്താൽ മതിയിരിക്കും കേട്ടോ. ഇതിന് 230 റുപ്പീസാണ്. സോ ആമസോണിലുണ്ട്. ഇഷ്ടമുള്ളവരൊന്ന് വാങ്ങിക്കണം കേട്ടോ. മൈ ആഞ്ചലീന എബ്രിട്ടോറൻ ഇന്ത്യൻ. സോ ഇന്ന് ഞാൻ എന്തിനാണ് ഇത് പറയാൻ വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ആ സിനിമ ഇന്ന് പോലും അതൊരു ഭയങ്കര പ്രസക്തമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ബിക്കോസ് ഞാൻ 1-2 റീൽസ് കാണുകയുണ്ടായി ഇന്നലെ കേട്ടോ. പാവം നല്ല ഒരു കപ്പിളാട്ടോ. അവരെ ഞാൻ കുറ്റമൊന്നും പറയുന്നതല്ല. പക്ഷേ അവരും അവരുടെ മദറിൻ്റെ വെരി കോർഡിയൽ ലേഡിയുമാണ്, വെരി സ്മാർട്ട്, ഒരു ഷോർട്ടായിട്ടുള്ള ഒരു അമ്മ ഈ മകനും ചേർന്നിട്ട് ചെയ്യുന്ന റീൽസാണ് കേട്ടോ. നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടു കാണും. വിനീന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കുട്ടിയുടെ പേര്. ഇറ്റ്സ് നൈസ്. ബട്ട് ഞാൻ പറഞ്ഞു വരുന്ന ഇത് ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ആ അമ്മ ചോദിക്കുകയാണ്, അതെ വിനി എത്ര വെള്ളം ഒഴിക്കണം 2 ഗ്ലാസ് പാലിനെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ആ കൊച്ചു നിന്നിങ്ങനെ ഇങ്ങനെ പറയണേ. എന്നിട്ട് 1 ഗ്ലാസ് എന്ന് പറയും. എൻ്റെ കൊച്ചെ, 1 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് പാലിന് ഒഴിച്ചെടുത്താൽ കൊഴുത്ത ചായയായി പോവും. പിന്നെ എത്ര പാല് വേണം എന്നൊക്കെ ആ അമ്മ പറയാം കേട്ടോ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നേ, ആ കുട്ടിക്ക് ചിലപ്പോൾ നല്ല കൊഴുത്ത ചായ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അത് പറയുന്നുണ്ട്, ടേസ്റ്റി ചായയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ബട്ട് നല്ല ഒരു കിച്ചൺ അന്തരീക്ഷമാണ് അതിനകത്ത് തോന്നുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഈ കൊഴുത്ത ചായ ഉണ്ടാക്കുന്നതോ കാപ്പി ഉണ്ടാക്കുന്നതോ അല്ല മക്കളെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് പോയേ പറ്റൂ. വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ വെറുതെ ഇരുന്ന് വീട് നോക്കുന്ന ആൾക്കാരുടെ കാലമൊക്കെ കഴിഞ്ഞു പോയി. അത് ഇനി സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ഫൗജി വൈഫ്സിനല്ലാതെ, ഫൗജി വൈഫ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താണ്, ആർമി നേവി അങ്ങനെയുള്ള ഇതുണ്ടല്ലോ, എയർഫോഴ്സ് അങ്ങനെയുള്ള ആംഡ് ഫോഴ്സസിലെ വൈഫ്സിന് മാത്രമാണ് അങ്ങനെ ഒരു പ്രിവിലേജ് തൽക്കാലം പറ്റുന്നത്. ആ പ്രിവിലേജിൽ പോലും അവരെ ഏത് കോളനിയിലാണ് ഏത് സെറ്റിൽമെൻറ്റിലാണോ ഉള്ളതെന്ന് വെച്ചാൽ ദേ വിൽ ഓൾസോ വർക്ക് ഫോർ സം ടൈം. ചില സമയത്തൊക്കെ ഇവർ അഡ്മിൻ വർക്കിനൊക്കെ പോകുന്ന എന്താ പറയുക, ഹസ്ബൻഡ്സ് ഫൗജീസൊക്കെ ഉള്ളവരാണെങ്കിൽ വൈഫ്സ് അവിടെ തന്നെ ജോലിയൊക്കെ നേടാൻ ശ്രമിക്കുകയും വേണമെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെയുള്ള അല്ല ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ളവർ മാത്രമാണ് അധികവും വീട്ടിലിരുന്നിട്ട് ചെയ്യുക. എന്നാലും ചില വൈഫ്സൊക്കെ എന്താ പറയുക, അവർ ടീച്ചറായിരിക്കും, അവർ അല്ലെങ്കിൽ ഹോം ട്യൂഷൻസ് എടുക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. സോ ഡൂ സംതിങ് വിച്ച് വിൽ ഷോ യു ടു ദ വേൾഡ്. നമ്മളെ തന്നെ വേൾഡിന് കാണിച്ചു കൊടുക്കൂ. എന്താ പറയുക, ഞങ്ങൾ ഇങ്ങനെ ഒരു പേഴ്സൺ എക്സിസ്റ്റൻ്റ് ആയിരുന്നു എന്ന് കാണിച്ചു കൊടുക്കൂ. ഇതിനകത്ത് ഈ അമ്മ സൈലൻ്റ് ആയിട്ടുള്ളൊരു അമ്മയെ പറ്റിയാണ്. അപ്പോൾ ഇത് ഒരു പാട്രിയാർക്കൽ ഫാമിലിയാണ് കേട്ടോ. അവിടുത്തെ മുത്തശ്ശൻ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, ഗാന്ധിജിക്ക് സ്വത്തെല്ലാം എഴുതി കൊടുത്തിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരുടെ കൺട്രോളിൽ ഇരിക്കുന്ന ഒരു മരുമകൾ, മുത്തശ്ശൻ്റെ ഭാര്യയുമുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും, പിന്നെ അമ്മയും 2 മക്കളുടെ കണ്ണിലൂടെ, ഒരു മകളുടെ കണ്ണിലൂടെയാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ പർട്ടിക്കുലർ മുത്തശ്ശൻ എങ്ങനെയാണ് അവിടെയുള്ള ഫീമെയിൽസിനെ, പെണ്ണുങ്ങളെ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നതെന്നാണ് ഇതിൻ്റെയൊക്കെ ഉള്ളടക്കം. എപ്പോഴും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി തന്നെയുള്ള ഒരു ലൈഫുള്ള ഒരു ഫീമെയിൽ
മെമ്പേഴ്സ് എല്ലാം അയാളെ ചുറ്റിപ്പറ്റി വേണം, അങ്ങനെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. പിന്നെ ഒരു പാട്ട് പാടാൻ, ഒരു മൂളിപ്പാട്ട് പാടാൻ പോലും അവിടെ വീട്ടിലുള്ള കുട്ടികൾക്ക്, ആ സ്ത്രീകൾക്ക് ഇതുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഒരു പ്രാവശ്യം അതിനകത്തൊരു പേജുണ്ട്, കുടിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഒരു ഹമ്മിങ് സൗണ്ട് കേട്ടിട്ട് പാടി അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് ആരാണ് ഇവിടെ പാട്ട് പാടിയതെന്ന് ചോദിച്ചു. അതേസമയം അദ്ദേഹത്തിൻ്റെ ഗ്രാമഫോൺ റെക്കോർഡറിൽ 24 മണിക്കൂറും പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഇവരുടെ വീട്ടിൽ ആരോ പാട്ട് പാടിയപ്പോൾ കർക്കശമായിട്ട് റൂളിങ് കൊടുത്തു എന്നാണ്, ഇനി പാടാൻ പാടില്ല എന്ന്. പിന്നീട് ആ മരുമകൾ അവിടെ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് ഈ ബുക്ക് പറയുന്നത്. സോ അങ്ങനെ ഉള്ള കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറി. പക്ഷേ മാറിയെങ്കിലും ഉറക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള എത്ര പേരുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മ, എൻ്റെ അമ്മയല്ല, അരവിന്ദിൻ്റെ അമ്മയ്ക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടായിട്ടില്ല. അവരുടെ എന്താ പറയുക, ഹസ്ബൻഡ് അവരുടെ കയ്യിലേക്ക് പണം കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങനെയൊന്നും ചിലവാക്കി ശീലിച്ച ആളല്ല കേട്ടോ. അപ്പം ഞങ്ങൾ 2000, ഐ തിങ്ക് ഇറ്റ് വാസ് ഫ്രം 2008 ഓൺവേർഡ്സ്, 8 to 9 ഓൺവേർഡ്സ് ഞങ്ങൾ എല്ലാവരും അമ്മയ്ക്കാണ് പൈസ അയച്ചു കൊടുക്കാൻ തുടങ്ങിയിരുന്നത്. അച്ഛൻ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് പോയി എടുക്കാനും മേടിക്കാനും. പിന്നെ അദ്ദേഹത്തിന് ഓറിയൻറ്റേഷൻ മാറിയെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് അറിയോ? പണത്തിൻ്റെ സബ്ജക്റ്റിലേക്കാണ് ഞാൻ വരുന്നത് കേട്ടോ. അന്ന് എൻ്റെ മകള്, എനിക്ക് തോന്നുന്നു ഷി വാസ് ഇൻ 5ലാണെന്ന് എനിക്ക് തോന്നുന്നു, 5ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ എൻ്റെ മോൾക്ക് വള മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പോകട്ടെ പപ്പ. അപ്പോൾ പപ്പയുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ബാങ്കിൽ കൊണ്ടുപോയി ആദ്യം. എന്നിട്ട് അവിടെ നിന്ന് പൈസ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇവർ ഒരു ജ്വല്ലറിയിൽ പോയപ്പോൾ അന്ന് 10,000 റുപ്പീസാണ് നമ്മൾ ആ വളയ്ക്ക് കൊടുക്കേണ്ടിയിരുന്നത്. അതിങ്ങനെ എണ്ണാണേ. അച്ഛൻ എണ്ണിയിട്ട് 1000 രൂപ എണ്ണി വെച്ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഇത്തരം പോരാ, ഇങ്ങനത്തെ 10 പ്രാവശ്യം എണ്ണണം. ഇത് പോരെ, കാരണം പണ്ടത്തെ ഉണ്ട് കയ്യിൽ, പക്ഷെ ഹീ ഈസ് നോട്ട് ഏബിൾ ടു, എന്താ പറയുക, അത് കോറിലേഷൻസ് പോയി. 100ഉം 1000ഉം അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇത് പോയി. അപ്പോൾ 100ൻ്റെ 10 നോട്ട് എടുത്ത് വെച്ചാൽ 1000 ആവുള്ളൂ, 10,000 വേണ്ടേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞങ്ങളുടെ ലൈഫിൽ കേട്ടോ. അപ്പം അന്ന് പപ്പയ്ക്ക് 80 വയസ്സുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നെയാണ് അമ്മയുടെ ഇതിലേക്ക് ഞങ്ങൾ പൈസ കൊടുക്കാൻ തുടങ്ങിയതും. പക്ഷേ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഇല്ല കേട്ടോ. തോന്നുന്ന പോലെ ഇഷ്ടം അങ്ങനെയൊക്കെ ചെയ്യും. അത് ആ കഥ അവിടെ നിൽക്കട്ടെ, അതൊരു ഡിപ്രസിങ് സ്റ്റോറി ആയിപ്പോൾ. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് റിട്ടയർമെൻറ്റ് ലൈഫിൽ നമ്മൾ എങ്ങനെയായിരിക്കണം. റിട്ടയേർഡ് ആകാൻ പോകുന്നവർ ജോലി ചെയ്യാൻ തുടങ്ങുന്ന അന്ന് മുതൽ നമ്മൾ റിട്ടയർമെൻറ്റ് ഡേനെ പറ്റിയിട്ട് ചിന്തിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ 3-4 മിസ്റ്റേക്ക് ഉണ്ട് ഈ റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത്. ഒരു പക്ഷേ സിറ്റീസിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നും, ഇപ്പം നമ്മളൊരു ഫ്ലാറ്റിലായിരിക്കണമെങ്കിൽ, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഫ്ലാറ്റിലായിരിക്കണമെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ സ്ഥലത്ത് ചെന്നിട്ട് ഒരു നല്ല 10-50 സെൻറ്റ് സ്ഥലത്ത് ഒരു നല്ല വീട് വെച്ച് സുഖമായിട്ട് എനിക്ക് ഇരിക്കണം, മാസം ഒരു പെൻഷൻ പോലെ ഒരു എമൗണ്ടും വേണം. ഇതായിരുന്നു എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കുറുകിയിരുന്ന ആഗ്രഹം. പക്ഷെ കാലപ്പൊഴുതിൽ ഞാൻ പറയട്ടെ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ജീവിതം കാണുമ്പോൾ അവർക്കിപ്പോൾ ഇത്രയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ അത്രയും ഫിനാൻഷ്യലി സ്ട്രോങ് ആയതുകൊണ്ട് ദേ ആർ ഏബിൾ ടു കീപ് 3-4 ജോലിക്കാരുണ്ട്. 1 ഏക്കർ സ്ഥലത്ത് ഒരു വലിയ വീട് വെച്ചിട്ട് അമ്മയച്ഛനും താമസിക്കുന്നു. പിന്നെ അവർക്ക് പെൻഷനുണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ആ ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. കാരണം പറമ്പിൽ പണിയാൻ ആൾക്കാർ വേണം, അവർക്ക് പൈസ കൊടുക്കണം. അതിൽ നിന്നൊന്നും കിട്ടിയിട്ടല്ല, പക്ഷെ പാമ്പും പഴുതാരിയൊക്കെ കയറി കൂട് കിട്ടൂലേ. വി ഹാവ് ടു കീപ്പ് ദ പ്രോപ്പർട്ടി ക്ലീൻ അല്ലേ. അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ കയ്യിൽ പണം വേണം. അപ്പം നമ്മളെ പോലുള്ളവർ, അതായത് പുറത്തിങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റീസിലോ ഒക്കെ ജീവിച്ചവർ പിന്നീട് ഈ വില്ലേജസിലേക്ക് ചേക്കേറാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. അതത്ര നല്ല ഒരു കാര്യമല്ല. മേ ബി ഒരു ഹോളിഡേ ഹോമൊക്കെ വെക്കാൻ പറ്റുന്നവർ, ലൈക്ക് ഇപ്പോൾ എയർബിഎൻബിക്കൊക്കെ കൊടുക്കാനായിട്ടൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റുന്നവർ, അത്ര വെൽതി ആയിട്ടുള്ളവർ മാത്രം ഒരു ചെറിയ ഫാം ഹൗസ് പോലെയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ചെറിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ സ്ഥിരമായിട്ട് നമുക്ക് അവിടെ വന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. കാരണം അങ്ങനെ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി 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 ടഫ് സിറ്റുവേഷൻ. ഒന്ന്,
ഫ്ലാറ്റ്സിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചില ഫ്ലാറ്റ്സിലൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഈവൻ പൈപ്ഡ് ഗ്യാസ് ഉണ്ടാവും ഇല്ലേ? ബാംഗ്ലൂരിൽ ഞങ്ങൾ ആദ്യം വാങ്ങിച്ച വീട്ടിൽ ഉണ്ടായിരുന്നു, പൈപ്ഡ് ഗ്യാസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ഓൾഡ് ഏജ് ഓരോ കാര്യങ്ങളാട്ടോ ഞാൻ പറയണത്, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പറയാവേ. ഓൾഡ് ഏജ് വരുമ്പോൾ ഈ ഗ്യാസ് കൂറ്റി സംഘടിപ്പിക്കാനും ആളെ വിളിച്ചുകൊണ്ടുവരാനും, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇതിൽ കൊണ്ടുവരുന്നവൻ എങ്ങനത്തവനാണെന്ന് അറിയില്ല, കൈ കിട്ടുന്ന എടുത്തുകൊണ്ട് പോകുമോ ഒന്നും പറയാനൊക്കത്തില്ല. അതോ അവൻ എന്തെങ്കിലും ചെറിയ മീനിയൽ ജോബ് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ. ചിലപ്പം ചില സമയത്ത് ഗതിമുട്ടി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോകണം എന്ന് തോന്നി നമ്മളെ ഒന്ന് തള്ളിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന കാലങ്ങളാണ് ഇപ്പോൾ. അപ്പോൾ സേഫ്റ്റി ഓക്കെ. ഒരു ഗ്യാസ് കുറ്റി മാറ്റുന്നതിലിരുന്ന് ഒരു കേബിൾ ടി വി മാറ്റുന്നതിലിരുന്ന് പ്രയാസങ്ങൾ, കേബിൾ കണക്ഷൻ എടുക്കുന്നതിൽ നിന്ന്, പിന്നെ സാറ്റലൈറ്റ് ഇതാണെങ്കിലും എല്ലാത്തിനും അതിനൊക്കെ പൈസ മേടിക്കാൻ വരുന്നവരുണ്ടാകും. പിന്നെ മക്കളൊക്കെ ഒരുപാട് എല്ലാം ഓൺലൈനിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇവർ സെക്ലൂഡഡ് ആയി പോവുകയും ചെയ്യും അല്ലേ, ഈ അച്ഛനും അമ്മയൊക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം ഇനിയുള്ള കാലങ്ങളിൽ. ഫോർ മീ ദാറ്റ് ഈസ് വൈ ഐ സജസ്റ്റഡ് റിട്ടയർമെൻറ്റ് ഹോംസ്. അല്ലാതെ എൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുപോയി റിട്ടയർമെൻറ്റ് ഹോമിൽ വെക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ അമ്മച്ചിയെയും അരവിന്ദിൻ്റെ അമ്മയെയും കൊണ്ടൊന്ന് വെക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ ഓപ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അതൊരിക്കലും നമ്മളായിട്ട് പറയാൻ പാടില്ല. നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ അന്നത്തെ ദിവസം മനസ്സിലാക്കാതെ എന്നെ ഒരുപാട് ജഡ്ജ്മെൻ്റലായിട്ട് പറഞ്ഞ കുട്ടികളോട് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയണത്. അച്ഛനെയും അമ്മയും എന്താ പറയണത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടാക്കാൻ ഒരിക്കലും ഞാൻ മക്കളോട് സജസ്റ്റ് ചെയ്യില്ല. അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ ഒറ്റയ്ക്കായി കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം അവരുടെ ഓൺ ഇഷ്ടത്തിനെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓപ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഹൗസ് ഹോൾഡ് സ്ഥലങ്ങളിൽ രാവിലെ ഇപ്പം ഇന്ത്യൻ കിച്ചൺ സിനിമകളെ പറ്റി നമുക്ക് പറയാവേ. ഇനി ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താ പറയുക, കുട്ടിയുടെ പേരെന്താണ്, നിമിഷ സജയൻ അല്ലേ? പിന്നെ സുരാജ് വെഞ്ഞാറമൂട്, പിന്നെ 2 അച്ഛനമ്മ ക്യാരക്ടർ. ആ അമ്മയുടെ പാറ്റേൺ കണ്ടായിരുന്നോ? എനിക്ക് 2 ദിവസം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല. അത്രയും വിഷമായിരുന്നു എനിക്ക്. ആ മുരിങ്ങാക്കായ ഇങ്ങനെ ചപ്പിയിട്ട് അച്ഛൻ ഇങ്ങനെ ഇടുന്നത് ആ ടേബിളിൽ ഞാൻ എന്നിട്ട് ആ അമ്മ ബെയർ ഹാൻഡോടുകൂടി അത് എടുത്തിട്ട് പോകുന്നത്, ആ കുട്ടി അതേപോലെ ചെയ്യേണ്ടി വരുന്നതും, ഇതെല്ലാം ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാണ്. വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ റിട്ടയർമെൻറ്റ് സമയങ്ങളും. നമ്മൾ അതായത് വി ആർ ഗോയിങ് ടു ഗെറ്റ് റിട്ടയർഡ് ഇൻ അനദർ 5 years. നമ്മുടെ മകൻ നമ്മളുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. കാരണം അടുത്ത സ്ഥലത്തുള്ള ഒരു സ്കൂളിലാണ് അവർക്ക് ജോലിയെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു മകനാണ് എൻ്റെ വീട്ടിൽ ഞാൻ താമസിപ്പിക്കില്ല കേട്ടോ. നിങ്ങളിപ്പോൾ പറയും ചേച്ചി എന്താണ് അങ്ങനെ പറയുന്നതെന്ന്. കാരണം ആ മകനും ആ മരുമകളും അവരുടെ ആ സ്കൂളിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും റെൻറ്റിന് താമസിച്ചോട്ടെ, അല്ലെങ്കിൽ ഇവിടെ വന്നും പോയി ഇരുന്നോട്ടെ. ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്നാൽ ഒരു ഔട്ട് ഹൗസ് പോലെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കൂ, വേറെ താമസിക്കുക. അത് തന്നെയാണ് ഉചിതം, അത് തന്നെയാണ് നല്ലത്. ആർക്കും ബേർഡൻ ഉണ്ടാവുകയില്ല കൂടുതൽ. എന്നാൽ ഇവരുണ്ടാവുകയും ചെയ്യും, അച്ഛനും അമ്മയ്ക്കും ആവശ്യത്തിന് ഉണ്ടാവുകയും ചെയ്യും. അല്ലാതെ ആ മരുമകളുടെ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ എണ്ണി കൊണ്ടുവന്ന് ആ കാരണവർ ഇതിനകത്ത് പെട്ടിക്കകത്ത് വെച്ച് പൂട്ടുന്നത് കണ്ടാ എങ്ങനെ തോന്നുമല്ലേ ഇതൊക്കെ? ഇറ്റ്സ് വെരി എന്താ പറയുക, ഭയങ്കര ഇൻഡീസൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ ആ സിനിമ കാണുമ്പോൾ അത് തെറ്റാണെന്ന് ലാസ്റ്റ് മനസ്സിലാക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പുറത്ത് പോകുന്നുണ്ടെന്നല്ലാതെ അതിനകത്ത് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കി എന്നുള്ളൊരു ഇത് വരുന്നില്ല. ഇറ്റ് ഈസ് എഗെയിൻ റെക്കറിങ് പോലെയാണ്. അയാൾ 2ാമത് കല്യാണം കഴിച്ചിട്ട് പിന്നെയും ഇതായത് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ക്യാരക്ടർ ഈ കുട്ടീനെ ഡിവോഴ്സ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ആ കുട്ടി ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. ഇത് എല്ലാം ഒരു പാരലലി കൊണ്ട് നടക്കണമെങ്കിൽ യു ഹാവ് ടു മൂവ് ഔട്ട് ഓഫ് യുവർ മാട്രിമോണിയൽ ഹൗസ്. അതായത് ഈ പെൺകുട്ടി തന്നെ പറയണം, ആദ്യമേ പറഞ്ഞിരിക്കണം. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവർക്ക് ഇഷ്ടമായി, അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞൊന്നും പോകണ്ടെന്നൊന്നും വിചാരിക്കരുത്. ധൈര്യമായിട്ട് പറയണം, ഞങ്ങൾ ഒന്നിച്ച് കഴിയും, ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വേറെ കഴിയും, ഞങ്ങളുടെ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഞങ്ങൾ സഹിച്ച് കഴിയും. ഈ മദർ ഇൻ ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മദേഴ്സ് ഇൻ ലോ എന്ന് പറയുന്ന ആൾക്കാർ സ്ത്രീകളാണല്ലോ. അവരിതുപോലെയുള്ള എന്തോ സഫക്കേഷൻസ് കാരണമാണോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണോ എൻ്റെ ലൈഫിൽ വളരെ ഹേവോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ ഇനി എത്ര പേര് പറയുന്നുണ്ടാവും, എത്ര പേര് പറയാതിരിക്കുന്നുണ്ടാവും, അയ്യോ പ്രായമായവരല്ലേ വിട്ടുകളഞ്ഞേക്കാന്ന് ദിവസം മിണ്ടാതിരിക്കുന്നവരുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്റ്റേജിലേക്ക് പോകണ്ട കേട്ടോ. യു ഷുഡ് ക്രിയേറ്റ് യുവർ ഓൺ കിച്ചൺ, യു ഷുഡ് ക്രിയേറ്റ് യുവർ ഓൺ ഹെവൻ എന്നേ ഞാൻ പറയുള്ളൂ. 1 റൂമാണെങ്കിലും അതിൽ തുടങ്ങിക്കോളൂ. ഓക്കെ, അപ്പോൾ ഫിനാൻസസിൻ്റെലേക്ക് തിരിച്ചു വരികയാണ് ഞാൻ ഈ ടോപ്പിക്കിലൂടെ. കാരണം ഒരു ജോയിൻറ്റ് ഫാമിലി സെറ്റപ്പിൽ
രണ്ട് തരമുണ്ട് കേട്ടോ ജോയിൻറ്റ് ഫാമിലി സെറ്റപ്പ്. അച്ഛൻ എല്ലാ ചിലവുകളും ചെയ്യുന്നു, മകനും ഭാര്യയും സുഖമായിട്ട് ജീവിക്കുന്നു, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അച്ഛന് പെൻഷനും ഇല്ല, ഒന്നുമില്ല, ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ജോലിയായിരുന്നു, ആ വീട് മാത്രം ഉണ്ടാക്കാനേ പറ്റുള്ളെങ്കിൽ മകൻ എല്ലാം ചെയ്യുന്നു, മരുമകളും അമ്മായിയമ്മയും അച്ഛനും എല്ലാം കൂടെ ജീവിക്കുന്നു. ഇങ്ങനെ രണ്ട് സെറ്റപ്പ് ഉണ്ട്. ഈ രണ്ട് സെറ്റപ്പിലും കുഴപ്പങ്ങൾ വരാം. ഒരെണ്ണത്തിൽ മരുമകൾ കുറച്ച് അപ്പർ ഹാൻഡായിട്ട് ബിഹേവ് ചെയ്തേക്കാം. ഞങ്ങളല്ലേ എല്ലാം ചിലവുകളും ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇതിനകത്ത് കൈകടത്തേണ്ട ആവശ്യം എന്നുള്ള ചോദ്യം വന്നേക്കാം. അപ്പോൾ അമ്മായിയമ്മ പറയും, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ വീടല്ലേ, ഇവിടെയല്ലേ നിങ്ങൾ വന്ന് കഴിയുന്നത് എന്നുള്ള ചോദ്യം വന്നേക്കാം അല്ലേ. അപ്പോൾ ഇന്ത്യൻ നിയമം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി നിയമ സ്റ്റോറീസ് കുറേശ്ശെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യൻ നിയമത്തിന് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇന്ത്യൻ നിയമത്തിൽ ഒരു മാട്രിമോണിയൽ ഹോമിലേക്ക് ഒരു മകൻ്റെ ഭാര്യ കടന്നു വരികയാണ്. സ്വാഭാവികമായിട്ടും അത് അവളുടെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ള വീടല്ലായിരിക്കാമല്ലോ, കാരണം ഭർത്താവിന് ഒരു 30 വയസ്സല്ലേ ആയിട്ടുണ്ടാവുള്ളൂ. ആ സമയത്തേക്ക് ഒരു വീട്ടിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടിക്ക് ആ വീട്ടിൽ അധികാരം എന്തൊക്കെ ഉണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ആ കുട്ടിക്ക് ഈ വീട്ടിൽ കഴിയാനുള്ള അധികാരം എന്താ പറയുക, അലിഖിതമായിട്ട് വന്നു കഴിഞ്ഞു മകൻ്റെ ഭാര്യയാകുന്നത് വഴി. ആ കുട്ടിയുടെ പേരിലോ ആ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ പേരിലോ ആ വീട് വേണമെന്നില്ല. കറക്റ്റായിട്ട് കേട്ടോളൂ. മരുമകൾക്ക് അവളുടെ മാട്രിമോണിയൽ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം ജീവിക്കാനുള്ള അധികാരമുണ്ട്. സപ്പോസ് അങ്ങനെ അതിനെ ആരെങ്കിലും തടയിടുകയാണെങ്കിൽ ഷീ ക്യാൻ ഗോ ആൻഡ് ഗെറ്റ് an order ഫ്രം ദി ഫാമിലി കോർട്ട് കേട്ടോ. എന്നെ അവിടെ കയറാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കിങ്ങനെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഓർഡർ ഫാമിലി കോർട്ടിൽ നിന്ന് ലഭിക്കുന്നതാണ്. സോ ഇത് ഒരു ടേക്ക് അവേ ആയിട്ട് വെച്ചോളൂ. ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് പ്രയോഗിക്കാവുന്നതാണ്. മിക്കവാറും തന്നെ ഹസ്ബൻഡും വൈഫും നല്ല കോർഡിയലായിട്ട് ഇരിക്കുന്നവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അധികം വരാറില്ല. എന്നാലും ഹസ്ബൻഡിന് ഒരു ധൈര്യക്കുറവുണ്ട് ഇതൊക്കെ പറയാനെങ്കിൽ ഹസ്ബൻഡിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു ഓർഡർ വാങ്ങിച്ചു വെച്ചോളൂ. നിങ്ങൾ അവിടെ നിന്ന് പോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവർക്ക് ചിലപ്പോൾ വാടകയ്ക്ക് പോയി താമസിക്കാനുള്ള പൈസ ഉണ്ടാവില്ല. ചെറിയ എമൗണ്ടിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. ഈ അച്ഛൻ്റെയും അമ്മയുടെയും ചിലവുകൾക്ക് കൊടുക്കുകയും വേണം എന്നുള്ള പക്ഷത്തിലും കൂടി ആവുമ്പോൾ വല്ലാണ്ട് ഞെരുങ്ങി പോയില്ലേ കുട്ടികൾ. ഇനി നമുക്ക് രണ്ടാമത്തെ സിനാരിയോയിലേക്ക് വരാം. ഈ എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ ഈ മകനും മരുമകൾക്കും ചെറിയ ഒരു എന്താ പറയുക, ഒരു സേവകരുടെ ഒരു കാറ്റഗറിയിലേക്ക് വന്നേക്കാം അവർ അല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ യങ് അല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണി കണ്ടുപിടിച്ച് ചെറിയ ഏതെങ്കിലും മറ്റൊരു പട്ടണത്തിലേക്ക് താമസം മാറിക്കൂടെ? എന്തിനാണ് ആ അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമായ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അങ്ങനെ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ആ അച്ഛനും അമ്മയ്ക്കും പെൻഷൻ ഉള്ളത് നിങ്ങളുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ എന്തു പറ്റും? അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഇന്ത്യൻ നിയമത്തിൽ ഈ മകനിൽ നിക്ഷിപ്തമാണ് കേട്ടോ. അപ്പോൾ അതും ഓർക്കണം. രണ്ട് നിയമങ്ങളുണ്ട്. ഒന്ന്, പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ചുമതല മകനിൽ ഉണ്ട്. മനസ്സിലായി? രണ്ട് മക്കൾ ആണും പെണ്ണും ആണെങ്കിൽ അവരിലുണ്ട്. പിന്നെ ഈ കയറി വരുന്ന ബഹു അല്ലെങ്കിൽ മരുമകൾക്ക് ആ വീട്ടിൽ, ആ മാട്രിമോണിയൽ വീട് ആരുടെ പേരിലാണെങ്കിലും താമസിക്കാനുള്ള അവകാശവും ഉണ്ട്. ഇത് രണ്ടും സ്ത്രീകൾ മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2-3 കാര്യങ്ങൾ മനസ്സിലുള്ളപ്പോൾ രണ്ടുപേർക്കും ഒരു എന്താ പറയുക, ഒരു ബാലൻസ്ഡ് വേ ഓഫ് തിങ്കിങ്ങും ആവശ്യമാണ്. പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും പണമാണ് പ്രോബ്ലമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആസ് യങ് ഞാൻ പറയുന്നത് തൈക്കളവൻകിള്ളവി എന്നൊക്കെ പറയില്ല, അടുത്ത റിട്ടയർമെൻറ്റിലേക്ക് നോക്കിയിരിക്കുന്ന നമ്മളെ പോലുള്ള ജനറേഷൻ, എന്നെയൊക്കെ പോലുള്ളവർ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് വെച്ചിരിക്കണം. ഒരിക്കലും നമ്മളുടെ മക്കളുടെ മുമ്പിൽ ഒരുപാട് കൈനീട്ടാതിരിക്കാൻ ശ്രമിക്കുക. അതിന് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പം ജോലി നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്കതിന് അത്രയും എന്താ പറയുക ചിലവുകളും ഇല്ല അല്ലേ. എനിക്ക് പാർലറിൽ എല്ലാ ദിവസവും എനിക്ക് എല്ലാ ദിവസവും എന്നെ ഗ്രൂം ചെയ്യണ്ട. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പാർലറിൽ പോകുന്ന ആളായിരുന്നു. മുടിയൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് വെച്ച് അങ്ങനെയൊക്കെ പോകുമായിരുന്നു ഞാൻ. എന്നിട്ട് 4 ദിവസം ഞാൻ മുടി കഴുകാറില്ല. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആണ് ഞാൻ മുടി കഴുകുമ്പോൾ അങ്ങനെ ഫ്രിസി ആയിട്ടിരിക്കും. അപ്പം ഞാൻ തന്നെ ഒന്ന് അത് ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ട് സ്ട്രെയിറ്റൻ ചെയ്തിട്ടാണ് ഞാൻ ഓഫീസിൽ പോവാം. പിന്നെ ഫ്രൈഡേ ആകുമ്പോഴേക്കും വി ക്യാൻ ഡ്രസ് അപ്പ് ഷാബിലി എന്നുള്ള ഇതിൽ അങ്ങനെ വരും. പിന്നെ സാറ്റർഡേ അഗെയിൻ ഐ വിൽ ഗോ വാഷ് മൈ ഹെയർ ഇൻ ദ പാർലർ. അപ്പോൾ അതിനൊക്കെ ഒരു ചിലവുണ്ട്.
പിന്നെ എനിക്ക് ഈ വെളുപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ മുഖം വെളുപ്പിക്കുക അതൊന്നുമില്ല. വൃത്തിയാക്കുക, ക്ലീനപ്പ് ചെയ്യുക അതൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് കാല് കൈ എല്ലാം മാനിക്യൂർ പെഡിക്യൂർ ഒക്കെ ചെയ്യാം മന്ത്ലി. സോ ഐ യൂസ് ടു ഗ്രൂം മൈസെൽഫ് ജസ്റ്റ് ഫോർ ക്രിയേറ്റിംഗ് എ സ്പേസ്. അതിനെന്താണെന്ന് പറയട്ടെ, ഒരു അനക്ഡോട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അംബേദ്കറോട് ആരോ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നടക്കുന്നത് എപ്പോഴും? നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് മഹാത്മാഗാന്ധിയുടെ പോലെ ഡ്രസ്സ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാലോ, അംബേദ്കർ ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ആളാണ്, മഹാത്മാഗാന്ധി ബനിയ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അംബേദ്കർ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ, ഒരു അനക്ഡോട്ടാണ്. മേ ബി ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വൺ, ബട്ട് ഐ ഹേർഡ് സംവർ. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത്, എൻ്റെ ആളുകൾ, അതായത് ഞാൻ വരുന്നത് ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്നാണ്, എൻ്റെ ആളുകൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കണം. എന്ത്? ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്ന് ആൾക്കും കോട്ടും സൂട്ടും ഇടാമെന്ന് കാണിച്ചു കൊടുക്കണം. ഐ ആം ക്രിയേറ്റിംഗ് എ നറേറ്റീവ് ഫോർ ദം. മഹാത്മാഗാന്ധി ബനിയ സമുദായത്തിൽ നിന്ന് വരുന്നതാണ്, അവർക്ക് ചുരുങ്ങി ജീവിക്കാൻ കാണിച്ചു കൊടുക്കണം. അവർ ഭയങ്കര ലാവിഷാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ചുരുങ്ങി ജീവിക്കാനുള്ള ഒരു മോഡലാണ് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഒരു കോർപ്പറേറ്റ് ലോയർ ആയിരുന്ന സമയത്ത് ഐ വാസ് ഡെക്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരുപാട് ആഭരണങ്ങളിടുക അങ്ങനെയൊന്നുമല്ല കേട്ടോ, എല്ലാം മാറി മാറി ഇടുക, അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഫ്രൈഡേ ഒക്കെ ആകുമ്പോഴാണെങ്കിൽ ചുരിദാർ ഇട്ടിട്ട് വരും, ഫ്രൈഡേ ചിലപ്പോൾ ജീൻസും ലൂസ് ടോപ്പ് ഇടും, ബാക്കിയുള്ള ദിവസമൊക്കെ സാരി ഇടും, അല്ലെങ്കിൽ നല്ല പട്ടിൻ്റെ ചുരിദാർ ഇടും. അങ്ങനെയൊക്കെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരുന്നത്. ലെറ്റ് മീ ടെൽ യു, അന്ന് ഞാൻ വാങ്ങിച്ച സാരികളൊക്കെയാണ് ഇതൊക്കെ കേട്ടോ. ഇതൊരു 10 year old സാരിയാണ്. പ്രിൻറ്റഡ് സിൽക്ക് അല്ലേ, എന്താണ് മറന്നുപോയി ഞാൻ, ട്രെസർ സിൽക്കോ എന്നോ എനിക്ക് പേര് മറന്നു. അപ്പോൾ ഇത് ഇവിടുന്ന് വാങ്ങിച്ചതാണ്, ശില്പിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ഈ സാരിക്ക് ഒരു 6000 rupees ഉണ്ടാകും അന്ന്. ഇപ്പോൾ ഇങ്ങനത്തെ സാരികൾ അവിടെ വിൽക്കുന്നത് 12,000 ഒക്കെയാണ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ പോയിട്ട് ഒരു 12,000 rupeesൻ്റെ ഇതുപോലെ ഒരു സാരി എനിക്കിപ്പോൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം ഐ എം നോട്ട് വർക്കിംഗ്, ഐ എം സിറ്റിംഗ് ഹിയർ ജസ്റ്റ് ഡൂയിങ് ദിസ് വീഡിയോസ്. അതിനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്താണ് സൊസൈറ്റിക്ക് കൺവേ ചെയ്യാൻ പോകുന്നതെന്നനുസരിച്ചിട്ട് നമ്മൾ ചെലവ് ചെയ്യണം നമ്മുടെ പണം. അല്ലാതെ ഇപ്പോൾ ജോലിക്ക് പോകണില്ലാത്ത ഞാൻ പോയിട്ട് എല്ലാ ആഴ്ചയിലും പോയിട്ട്, അന്നൊക്കെ ഞാൻ എല്ലാ മാസവുമാണ് വാങ്ങിക്കുന്നത്. 1-2 സാരിയൊക്കെ വാങ്ങിച്ചു വെക്കും കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫറൻസിന് പോകണമെങ്കിൽ സ്പെഷ്യലായിട്ട് വാങ്ങിക്കും. ഞാൻ 20 വയസ്സ് മുതൽ ഞാൻ പാരീസ് എന്ന് പറഞ്ഞ കടയിലാണ് തയ്പ്പിക്കുന്നത്. ഒരുപാട് എന്താ പറയുക, വിഡ്ത്ത് എനിക്ക് കൂടിയിട്ടില്ലാത്തത് കൊണ്ട് പഴയ ബ്ലൗസസും എൻ്റെ കയ്യിൽ ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. പഴകും തോറും അത് ചിലപ്പോൾ വിട്ടൊക്കെ പോയേക്കാം കേട്ടോ, ഈ ബ്ലൗസിൻ്റെ തുണിയൊക്കെ. അതുകൊണ്ട് നല്ല തുണികൾ മാത്രം വാങ്ങിച്ച് തയ്ക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. പിന്നെ അധികവും എന്താ പറയുക, ബ്ലൗസ് ഒരുപാട് ഇങ്ങനെ കഴുകത്തില്ല. ഇതിൻ്റെ ആംപിറ്റ്സ് മാത്രം കഴുകിയിട്ട് ഷാംപൂ വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ട് അവിടെ തേച്ചിട്ട് സ്പ്രേ അടിച്ചിട്ട് വെക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ബ്ലൗസസ് സൂക്ഷിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. സാരികൾ അങ്ങനെയൊന്നും ഇതൊക്കെ ഒരു പ്രാവശ്യം എങ്ങാനും കഴുകിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ ഈ 10 കൊല്ലത്തിൽ. കാരണം നമ്മളെപ്പോഴും കാറിലിരുന്ന് പോകുന്നു, അഴുക്കിലിറങ്ങുന്നില്ല, അവിടെ ഇരിക്കുന്നു. ഇവിടെ മാത്രമല്ലേ ജസ്റ്റ് ഒന്ന് പറ്റുന്നുണ്ടാവുള്ളൂ, എന്തെങ്കിലും അഴുക്ക് പറ്റിയാലും അല്ലേ. അത് നമ്മളൊന്ന് കാറ്റത്തിട്ട് ഇത് വേർപ്പൊക്കെ കാറ്റിയിട്ട് കൊണ്ടുവന്നിടും. അങ്ങനെ അതിന് നല്ല സ്മെല്ലാണ്, ബിക്കോസ് അതിനകത്ത് സ്പ്രേ ഒക്കെ അടിച്ച് വെക്കുന്നുണ്ട്. സോ എന്താ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ പണത്തിൻ്റെ വീഡിയോ 23 മിനിറ്റായി, 30 മിനിറ്റിനുള്ളിൽ തീർക്കണം. അപ്പോൾ പണം നമ്മൾ അന്ന് അങ്ങനെ അന്ന് ചിലവാക്കി ശീലിച്ചു, അതുകൊണ്ട് ഇതെൻ്റെ ശീലമാണെന്ന് പറഞ്ഞ് പിന്നെയും ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. എനിക്ക് കിട്ടുന്ന എമൗണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ഐ ഷുഡ് സേവ് ഫോർ മൈ. ഇപ്പോൾ എനിക്ക് ജോലി ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് കഴിയുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഐ ഹാവ് മണി വിത്ത് മീ. എൻ്റെ ആവശ്യത്തിനുള്ളത് ഞാൻ എങ്ങനെയാണ് ആക്കിയെന്ന് വെച്ചാൽ, ഞാൻ ഒരു വീടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ആ വീടിൻ്റെ റെൻറ്റാണ് ഞാൻ അധികവും എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ റെൻറ്റും ഇപ്പോൾ കിട്ടുന്നുണ്ട്. സോ ഐ ഹാവ് സഫിഷ്യൻറ്റ്. അത് രണ്ടും കൂടെ ഇപ്പം അവിടെ ഞങ്ങൾ താമസിക്കില്ലാത്തതുകൊണ്ടേ മദ്രാസിലും. അപ്പോൾ അങ്ങനെ അത് രണ്ടുമാണ് എൻ്റെ ഇപ്പോഴത്തെ വരുമാനം. ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജോലി വേണ്ടാന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ഞാൻ എടുത്ത് എൻ്റെ മദറിലേക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്, ഇത് ഈ റെൻറ്റ് കിട്ടുന്നതിൽ നിന്ന്. പിന്നെ പെട്ടെന്ന് ഇപ്പം മന്ത്ലി ഒരു വലിയ എമൗണ്ട് കൊടുക്കണം അവിടെ എന്ന് പറഞ്ഞു, അപ്പോൾ അതിൽ നിന്ന് ഞാൻ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് ഹെൽപ്പ് ആവുമല്ലോ. ആ പൈസയിൽ നിന്നും ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ
എനിക്ക് ബർത്ത്ഡേ വരുമ്പോൾ, എൻ്റെ ഹസ്ബൻഡിന് ബർത്ത്ഡേ വരുമ്പോൾ, എൻ്റെ മകളുടെ ബർത്ത്ഡേ വരുമ്പോൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കും ഒക്കെ അതിൽ നിന്നാണ് കേട്ടോ ചെയ്യണേ. എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വന്നു ഈ പ്രാവശ്യം, ഒരു സാരി വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നതെല്ലാം അതിൽ നിന്നാണ്. അപ്പം നമ്മൾ വേറെ ഒരു എന്താ പറയുക, നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും നീക്കിയിരിപ്പ് വേണം. ആ നീക്കിയിരിപ്പിൽ നിന്നും മാത്രമായിരിക്കണം നമ്മളുടെ എക്സ്ട്രാ ചിലവുകൾ ചെയ്യേണ്ടത്. അത് ചിലവ് ചെയ്യാൻ നമുക്കില്ലെങ്കിൽ നമ്മൾ ചെയ്യരുത്. അത് ആ ഒരു ഡിസിപ്ലിൻ എല്ലാ സ്ത്രീകളും കേട്ടോ. അപ്പോൾ പറയും, അയ്യോ ചേച്ചി നാളെ നമ്മളങ്ങ് അടിച്ചു പോയാൽ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും ഇല്ലെന്നേ, അങ്ങനെ ഒന്നും ചിന്തിക്കാനേ പാടില്ല. അടിച്ചു പോകുമ്പോൾ പോട്ടെ, അതുവരെ അത് അടിച്ചു പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്കൊരാളെ അറിയാം, 75 വയസ്സിൽ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന ആളാണ്. അയാൾ 92 വയസ്സായി ഇപ്പോഴും കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അപ്പൂപ്പനാണ്. ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും നല്ല സ്റ്റേഡി ആയിട്ടായിരിക്കണം. ഇപ്പം എൻ്റെ അച്ഛൻ തന്നെ 87 ഇയേഴ്സ് അല്ല, പക്ഷെ അച്ഛനൊക്കെ കാര്യം വ്യത്യാസമുണ്ട് കേട്ടോ. അച്ഛനൊക്കെ ഇഷ്ടംപോലെ എന്താ പറയുക പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ കിട്ടുന്നവർ ഇനിയിപ്പോൾ അങ്ങോട്ടില്ല അത്ര പെൻഷൻ, ഗവൺമെൻറ് പോലും കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. സോ നമുക്ക് എങ്ങനെയാണ് കർബ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഫിനാൻസ് ബി കെയർഫുൾ, വളരെ നമ്മൾ ശ്രദ്ധിച്ച്. കാരണം നമ്മളെല്ലാവരും ജസ്റ്റ് എബവ് മിഡിൽ ക്ലാസ് ആണ്. ഞങ്ങളെ പോലുള്ളൊരു റിച്ച് എന്ന് പറയുന്ന കാറ്റഗറി ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വെൽത്തിയാണ് ഞങ്ങൾ. റിച്ച് എന്ന് പറയുമ്പോൾ മണി റിച്ച്, മണി അതല്ല, വെൽത്തി. വെൽത്തി എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് വെൽത്തി ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര്, പിന്നെ അച്ഛൻ്റെ പേര്, കുടുംബത്തിൻ്റെ പേര്, പിന്നെ ആ പ്രദേശത്തുള്ള ആളുകളിൽ നിന്നും കുറച്ചിത്, അങ്ങനെയൊക്കെയാണ് വെൽത്തി എന്ന് പറയുക അല്ലേ. അല്ലാതെ ബാങ്കിൽ കിടക്കുന്ന പണം മാത്രമല്ല. വെൽത്ത് ഈസ് സംതിങ് വിച്ച് യു കനോട്ട് ഈവൻ സീ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. നിങ്ങളിത് ലാസ്റ്റ് വരെ എൻജോയ് ചെയ്യണം കേട്ടോ. സോ ടേക്ക് അവേ ഈസ്, ഒരു നിയമം പറഞ്ഞു, സ്ത്രീകൾക്ക് മാട്രിമോണിയൽ ഹൗസിൽ അവകാശമുണ്ട്. അവകാശം പറഞ്ഞാൽ വിൽക്കാനും പിടിക്കാനൊന്നും അല്ല കേട്ടോ, താമസിക്കാനും കയറി വരാനും പ്രൊട്ടക്ഷൻ ഉണ്ട് അവിടെ. പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ആയിക്കഴിഞ്ഞാൽ അമ്മായിയമ്മയും അമ്മായിച്ചനും വേറെ പോകാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ, അൺലെസ് ആൻഡ് അൺടിൽ യു ആർ മിസ്ബിഹേവിങ് വിത്ത് ദം കേട്ടോ. നിങ്ങൾ അവരെ ഫിസിക്കലായിട്ട് ടോർച്ചർ ചെയ്യുന്നു എന്നൊക്കെ അവർ എവിഡൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ പ്രശ്നമാവേ. ബി വെരി കാം ആൻഡ് ക്വയറ്റ്, ഡു യുവർ വർക്ക്, ഗോ ഓൺ, മൂവ് ഓൺ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും നമ്മൾ സൃഷ്ടിക്കാതിരിക്കുക. ബി കറേജിയസ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എപ്പോഴും എന്താ പറയുക ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന്, ആ സ്റ്റീരിയോ ടൈപ്പിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത്. സ്ത്രീകളാണ് കറേജിയസ് ആവേണ്ടത് അല്ലേ. കൂടെ കൂട്ടുക ഭർത്താവിനെയും മക്കളെയും. ഓക്കെ, ചിയേഴ്സ്. ഓഫാക്കട്ടെ ചില